തിരികെ വാർത്തകളിലേക്ക്. കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ ധനസഹായം ചോദിച്ചെത്തിയയാൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ആക്രമണം നടത്തിയ കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നൽകിയ ധനസഹായം കുറഞ്ഞുപോയി എന്നാരോപിച്ച് കറിക്കത്തി കൊണ്ട് ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തുകയായിരുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് ഈ പ്രതിയെ കിട്ടിയിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? രാജി, ഇന്നലെയാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ നടന്നത്. രാവിലെയോടുകൂടി ഒരു വ്യക്തി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബിഷപ്പ് ഹൗസിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പിനോട് സംസാരിക്കുകയും തനിക്ക് ഇത്തരത്തിലൊരു ധനസഹായം തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് കണ്ണൂർ ബിഷപ്പ് ഫാദർ വടക്കുംതല അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ അഡ്മിനിസ്ട്രേറ്ററോട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്ത് പണം എടുക്കാനായി റൂമിനുള്ളിലേക്ക് പോവുകയും ചെയ്തു. ഇവിടെ നിന്ന് പണം നൽകിയ സമയത്ത് നൽകിയ പണം കുറഞ്ഞു പോയി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അക്രമം അഡ്മിനിസ്ട്രേറ്റർക്ക് നേരെ ഉണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശിയായ സേവിയർ മുസ്തഫ എന്ന മുഹമ്മദ് മുസ്തഫയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് അടക്കം കേസുകൾ ചുമത്തിയിട്ടുണ്ട്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വലത് കൈക്കും അതുപോലെ തന്നെ വയറിനുമാണ് ഫാദർ ജോർജ് പൈനാടത്തിന് കുത്തേറ്റത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. പരിക്കുകൾ സാരമുള്ളതല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. രാജി, ശരി മിഥുൻ, വൈദികനെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന വാർത്ത. കത്തിയത് കറിക്കത്തി കൊണ്ടാണ് ഇയാൾ വൈദികനെ കുത്തി പരിക്കേൽപ്പിച്ചത്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്ന്. കണ്ണൂർ ബിഷപ്പ് ഹൗസിലാണ് വൈദികനെതിരെ ആക്രമണം ഉണ്ടായത്. ധനസഹായം ചോദിച്ചെത്തിയ ആളാണ് വൈദികനെ കുത്തി പരിക്കേൽപ്പിച്ചത്. കിട്ടിയ സഹായം കുറഞ്ഞുപോയി എന്നുള്ളതാണ് ഇയാളുടെ പരാതി.